എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിന്റെ ദുരാവസ്ഥയ്ക്ക് പരിഹാരമാകുമെന്ന വീണ്ടും പ്രതീക്ഷ. സ്റ്റാൻഡ് സന്ദർശിച്ച ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അടുത്ത മഴയ്ക്ക് മുൻപ് വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാകുമെന്ന് ഉറപ്പു നൽകി. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് ആധുനീകരിക്കുന്നതിന്റെ ഭാഗമായി വൈറ്റില മോഡൽ മൊബിലിറ്റി ഹബ്ബ് നിർമ്മിക്കും. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിലെ പ്രധാന പ്രശ്നം കനത്ത വെള്ളക്കെട്ടാണ്. ഇത് പരിഹരിക്കപ്പെടുമെന്ന ജനപ്രതിനിധികളുടെ ഉറപ്പുകളൊന്നും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. കെട്ടിടവും ശോചനീയാവസ്ഥയിലാണ്. എറണാകുളം KSRTC സ്റ്റാൻഡിൽ സന്ദർശനം നടത്തിയ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി. വെള്ളക്കെട്ട് വിഷയത്തിൽ പഠനം നടത്താൻ IT എഞ്ചിനീയർമാർ വരുന്നുണ്ടെന്നും വെള്ളം കയറാതിരിക്കാൻ കോൺക്രീറ്റ് വാൾ നിർമ്മിക്കാനും ആലോചനയുണ്ടെന്നും KB ഗണേഷ് കുമാർ അറിയിച്ചു. നിലവിലെ പഴയ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു പണിയാനുള്ള ഫണ്ടില്ല, പകരം പുതുക്കിപ്പണിയും. അടുത്ത മഴയ്ക്ക് മുമ്പ് വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. KSRTCക്ക് വൈറ്റ്ലയിൽ ലഭിച്ചിരിക്കുന്നത് ചതുപ്പാണ്. സ്റ്റാൻഡിൽ നമ്മളെ MOU ഒപ്പിട്ടുണ്ട്, ഇവിടെ സ്ഥലം കൊടുക്കുക. പക്ഷെ അവിടെ ചതുപ്പാണ് തന്നിരിക്കുന്നത്. പകരം വൈറ്റിൽ തന്നിരിക്കുന്ന ചതുപ്പാണ്. അത് ഞങ്ങൾ നികത്തിയെടുക്കണമെങ്കിൽ കോടിക്കണക്കിന് വേണം. അപ്പോൾ അതൊന്ന് മാറ്റിത്തരും. എഗ്രിമെന്റ് MOU ആയിട്ടുണ്ട്, എഗ്രിമെന്റ് അത് ഒപ്പിട്ടിട്ടുണ്ട്. പക്ഷേ അത് ചതുപ്പായതുകൊണ്ടുള്ള വിഷമത്തിലാണ് നിൽക്കുന്നത്. ചതുപ്പ് നികത്തണമെങ്കിൽ കോടിക്കണക്കിന് രൂപ വേണം. അപ്പോൾ അത് ഒന്ന് പരിഹരിച്ച് തരണം. MLA MP കൂടെ ചേർന്ന്. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് ആധുനികവൽക്കരിക്കുന്നതിനായി വൈറ്റില മോഡൽ മൊബിലിറ്റി ഹബ്ബാണ് നിർമ്മിക്കുന്നത്. നിലവിൽ വലിയ കുഴികളും തകർന്ന വഴികളുമെല്ലാമാണ് KSRTC സ്റ്റാൻഡിലുള്ളത്. അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടിയാണ് ജീവനക്കാർ ജോലി ചെയ്യുന്നത്. വെള്ളക്കെട്ട് കടന്ന് ചെളി ചവിട്ടി സ്റ്റാൻഡിലേക്ക് എത്തേണ്ടി വരുന്ന യാത്രക്കാരുടെ അവസ്ഥ ഇതിനേക്കാൾ ദുരിതമാണ്. സന്ദർശനത്തിനെത്തിയ മന്ത്രി KB ഗണേഷ് കുമാറിനൊപ്പം ഹൈബിയുടെ MP TJ വിനോദ് MLA, ജില്ലാ കളക്ടർ NSK ഉമേഷ്, KSRTC ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുമുണ്ടായിരുന്നു. ജനം, കൊച്ചി.